ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധിയിൽ സർക്കാരിനെതിരെ വിമർശനവുമായി വീണ്ടും ദേശീയപാത സംരക്ഷണ സമിതി. നേര്യമംഗലം വനമേഖലയിൽ റീടാറിംഗ് മാത്രം നടത്തി നിർമ്മാണം അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എങ്കിൽ വീണ്ടും ജനകീയ പ്രക്ഷോഭത്തിന് രൂപം നൽകുമെന്ന് ദേശീയപാത സംരക്ഷണ സമിതി അടിമാലിയിൽ പറഞ്ഞു. ദേശീയപാത 85 നിർമ്മാണ നിരോധനം ഇതുവരെ നീക്കിയിട്ടില്ല. 4.5 മാസം മുമ്പാണ് ഹൈക്കോടതി ചീഫ് സെക്രട്ടറിയോട് ഈ റോഡിൻ്റെ പണി ചെയ്യുന്നതിൽ തടസ്സമില്ലെന്നും അതിനെ വനത്തിൽ കയറുന്നില്ല എന്നുള്ള ഉറപ്പുവരുത്തി പണിയണം എന്ന് മാത്രമേ നിർദ്ദേശിച്ചുള്ളൂ. യഥാർത്ഥത്തിൽ 100 അടി വീതിയിലുള്ള സ്ഥലമുണ്ടെന്നുള്ള എല്ലാ റിപ്പോർട്ടുകളും തഹസിൽദാർമാരും ജില്ലാ കളക്ടറും റവന്യൂ സെക്രട്ടറിയും കൊടുത്ത റിപ്പോർട്ടുകൾ കൈവശം ഇരിക്കുമ്പോഴും 4.5 മാസമായിട്ട് ഈ ചീഫ് സെക്രട്ടറി ഇതിനെക്കുറിച്ച് നടപടി സ്വീകരിക്കാതെ അവർ കൊടുത്ത കളക്ടറും റവന്യൂ സെക്രട്ടറിയും കൊടുത്ത റിപ്പോർട്ട് തള്ളിയിട്ട് വീണ്ടും PWD റവന്യൂ മറ്റേ ഫോറസ്റ്റ് സെക്രട്ടറിമാരെ വെച്ചൊരു സമിതി ഉണ്ടാക്കി അതിൻ്റെ റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. അവരാണെങ്കിൽ റിപ്പോർട്ട് കൊടുക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ റോഡിൻ്റെ പണി ഇപ്പോൾ റീടാറിങ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിൻ്റെ പ്രഷർ കൊണ്ട് EKK കമ്പനി അത് റീടാർ ചെയ്തുകൊണ്ടിരിക്കുക. ഈ റീടാറിങ് കഴിഞ്ഞ് ഇത് അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ അടിമാലി പ്രദേശത്തെ അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ അതൊരു വെല്ലുവിളിയായി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഹൈക്കോടതിയിൽ നമ്മൾ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ഇനി നമ്മൾ സമരത്തിന് ഇറങ്ങിയെന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. കാരണം ഇത് വർഷങ്ങൾ നീണ്ട ഏതാണ്ട് 2.5 വർഷത്തോളമായി ഈ ഹൈക്കോടതി 100 അടി വീതിയുള്ള സ്ഥലമുണ്ടെന്ന് പറയുകയും സർക്കാരിൻ്റെ അനുമതിയോടുകൂടി വർക്ക് ആരംഭിക്കുകയും ചെയ്തതിനു ശേഷം ആ റോഡിൻ്റെ പണി സ്തംഭിച്ചിരിക്കുന്ന അപകടാവസ്ഥയിലായ റോഡാണ് ഇപ്പോൾ ടാർ ചെയ്ത് ഇതുപോലെ വളരെയധികം ആംബുലൻസുകളും മറ്റ് ലോറികളും വലിയ വാഹനങ്ങളും എല്ലാം പോകുന്ന റോഡിൽ വീതിയില്ലാതെ ഇത് ടാർ ചെയ്ത് പൂർത്തീകരിച്ച് മടങ്ങിപ്പോകാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ചക്രസ്തംഭന സമരം നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ഇത് തടസ്സം വന്നാൽ ഭരണകക്ഷി ഉൾപ്പെടെ പങ്കെടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. MLA അടക്കം ഏരിയ സെക്രട്ടറിമാരടക്കം ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പങ്കെടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇവരാരും അനങ്ങുന്നില്ല, ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. അതുകൊണ്ട് ഇതിങ്ങനെ കിടന്നുകൊള്ളട്ടെ എന്നാണ് സമീപനമെങ്കിൽ തീർച്ചയായും ദേശീയപാത സംരക്ഷണ സമിതി അടുത്ത സമരത്തിലേക്ക് പോകും. അതിന് എന്ത് ആക്ഷേപം പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല, ഈ നാടിൻ്റെ ആവശ്യം എന്നുള്ള നിലയിലാണ്.